മേധാദേവി ജുഷമാണ ന ആഗാത് വിശ്വാചി ഭദ്രാ സുമനസ്യമാന ത്വയാ ജുഷ്ടാനുദമാന ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാः ത്വയാ ജുഷ്ട ഋഷിർഭവതി ദേവി ത്വയാ ബ്രഹ്മാ ആഗതശ്രീः ഉദത്വയാ ത്വയാ ജുഷ്ടശ്ചിത്രം ബിന്ദദേവസു സാനോ ജുഷസ്വ ദ്രവിണോ ന മേധേ. എന്താണ്? മേധാദേവി ജുഷമാണ, മേധാദേവി പ്രിയമാണ്, ജുഷമാണ് സന്തോഷിക്കുന്നവളായിട്ട്, മേധാദേവി ആമോദത്തോടു കൂടിയിട്ട് നഹ ആഗാത്, നഹ എന്ന് പറഞ്ഞാൽ നമ്മളിലേക്ക്, അസ്മാൻ നമ്മളിലേക്ക് എന്നർത്ഥം, നമ്മളിലേക്ക് വരട്ടെ. എങ്ങനെയുള്ള മേധാദേവിയാണ്? വിശ്വാചി ഭദ്ര സുസ്യമാന. വിശ്വാചി, എന്താണ് വിശ്വാചി എന്ന് പറഞ്ഞാല്? വിശ്വം അശനാദി ഇത് വിശ്വാചി, വിശ്വത്തെയും അശിക്കുന്നവൾ എന്നാണ് അർത്ഥം. വിശ്വത്തെയും അശിക്കുന്നവൾ. നമ്മൾ പിശാചഹ എന്നുള്ള പദം പ്രയോഗിക്കുന്നില്ലേ? ആരാണ് പിശാചഹ? പിശിതം അശനാദി ഇത് പിശാചഹ. പിശിതം, പിശിതം എന്ന് പറഞ്ഞാൽ മാംസം, പച്ചമാംസം, അതിനെ അശിക്കുന്നവനാണ് പിശാജ്, പിശാചഹ എന്ന് പറയുന്നത്. ഇവിടെ വിശ്വാചി എന്താണ്? വിശ്വത്തെ അശിക്കുന്നവൾ, എല്ലാറ്റിനെയും അശിക്കുന്നവൾ. അശിക്കുക എന്ന് പറഞ്ഞാൽ അനുഭവിക്കുക, അനുഭവിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക, അറിയുക എന്നർത്ഥമാണ്. അറിയുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സങ്കല്പം അനുസരിച്ച്, ഭാരതീയമായ സങ്കല്പം അനുസരിച്ച് അറിയുക എന്ന് പറഞ്ഞാൽ അനുഭവിച്ചറിയുക എന്നാണ് അർത്ഥം. അനുഭവിച്ച് അറിയുക. നമ്മൾ അഗ്നിയെ പറയുന്നില്ലേ? എന്താണ്? അഗ്നി എങ്ങനെയുള്ളതാണ്? എല്ലാറ്റിനെയും നശിക്കുന്നതാണ്. അഗ്നിർ വൈശ്വാനരോ വന്യഹി വീതിഹോത്രോ ധനഞ്ജയ കൃപീഡയോനിർജ്വരന ജാതവേദാഹ. ജാതമായ എല്ലാറ്റിനെയും അറിയുന്നവനാണ് അഗ്നി, ജാതവേദസ്. എല്ലാറ്റിനെയും അശിച്ച് അറിയും, അല്ലെ? ഉണ്ടായത് എല്ലാം എന്തായിത്തീരും? എല്ലാം ദഹിച്ചു പോകും. നമ്മുടെ ഗാത്രമാണെങ്കിലും, അല്ലെ, ശരീരം വിശരണം സംഭവിക്കുന്നുണ്ടാ, ശീര്യത്താവുക, അഴുകിപ്പോവുക, ഗെറ്റിംഗ് ഡികമ്പോസ്ഡ്. അതുകൊണ്ടാണ് നമ്മുടെ ശരീരം എന്ന പദം പ്രയോഗിക്കുന്നത്. അതെന്താണ് ചെയ്യുന്നത്? ദഹിക്കുകയാണ് ചെയ്യുന്നത്. ദഹിക്കുമ്പോൾ എന്താണ് ചെയ്യുന്നത്? അഗ്നിയാണ് ദഹിപ്പിക്കുന്നത്. അഗ്നിയാണ് എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നവനാണ് അഗ്നി. അതുകൊണ്ട് എല്ലാറ്റിനെയും ദഹിപ്പിക്കുന്നവന അർത്ഥത്തിൽ ജാതവേദാഹ, വേദ അറിയുന്ന, ജാതമായ എല്ലാറ്റിനെയും അറിയുന്നു. അപ്പൊ അറിയുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ സ്വാംശീകരിക്കലാണ് അറിവ് എന്ന് പറയുന്നത്. വിശ്വാജി, എല്ലാറ്റിനെയും സ്വാംശീകരിക്കുവാൻ കഴിവുള്ളവളാണ് മേധാദേവി, മേധാശക്തി. വിശ്വാജി ഭദ്ര, ഭദ്രയാണ്, ശ്രേഷ്ഠയാണ്. സുമനസ്യമാന, അവൾ സൗമനസ്യത്തോടു കൂടി, നല്ല മനസ്സോടു കൂടിയാണ് നമ്മളിലേക്ക് വരേണ്ടത്. അങ്ങനെ നമ്മളിലേക്ക് വരട്ടെ മേധാദേവി. എന്നിട്ട് പറയാണ്, മേധാദേവിയോട് പറയാണ്, ത്വയാ ജുഷ്ട നുദമാന ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ. ഇതൊരു അർത്ഥഗർഭമായിട്ടുള്ള പ്രാർത്ഥനയാണ്. ത്വയാ ജുഷ്ടാഹ, അങ്ങയാൽ പ്രീണിപ്പിക്കപ്പെടുന്നവരായി ഞങ്ങൾ, അതായത് അങ്ങയുടെ പ്രീതി ഞങ്ങളിൽ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദമുണ്ടാകും. അങ്ങനെ അങ്ങയാൽ സന്തോഷിപ്പിക്കപ്പെടുന്നവരായി ഞങ്ങൾ നുദമാനാഹ, നുദതി പ്രേരിപ്പിക്കുന്നു എന്നർത്ഥം. ഞങ്ങൾ നിന്റെ പ്രീതി കൊണ്ട് ഞങ്ങൾ പ്രേരിപ്പിക്കപ്പെടും. എന്തിനായിട്ടാണ് പ്രേരിപ്പിക്കപ്പെടുന്നത്? പ്രേരിപ്പിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരാഹ, ഞങ്ങൾ സുവീരന്മാരാവും, നല്ല വീരന്മാരായി തീരും. എങ്ങനെയുള്ളവരാണ് വീരന്മാര്? സു വിശേഷ ഈരയതി, ഈരണം ചെയ്യുക, പറയുക, നന്നായി വിശേഷമായ വിധം പറയുവാൻ കെൽപ്പുള്ളവരായി തീരും ഞങ്ങൾ. സുവിഈരാഹ, സുഷ്ടു നന്നായി, വിശേഷേണ ഈരണം ചെയ്ത് പറയാൻ ശക്തിയുള്ളവരായത്. നല്ല മേധാശക്തി ഉണ്ടാകുമ്പോൾ, മേധാശക്തിയാൽ പ്രേരിതരായി ഞങ്ങൾ നന്നായി പറയും, പറയുന്നവരാകും. എവിടെ നന്നായി പറയും? വിദധേ, വിദധങ്ങളിൽ. വിദധങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? വിജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള സദസ്സുകളാണ്, പരിഷത്തുകളാണ്, ചർച്ചകൾ നടക്കുന്ന
വേദികളാണ്. ജനക മഹാരാജാവിൻ്റെ ഒക്കെ രാജധാനിയിലൊക്കെ നിരന്തരമായി നടന്നിരുന്ന വേദികളെ പറ്റി നമുക്കറിയാം. അവിടെ ചർച്ചകൾ, ജനക മഹാരാജാവും വലിയ വലിയ പാരിതോഷികങ്ങളാണ് അദ്ദേഹം ബ്രഹ്മജ്ഞന്മാർക്ക് നൽകിയിരുന്നത്. അങ്ങനെ എന്താണ് യാജ്ഞവൽക്യൻ അവിടെ പോയതും കൊമ്പിലും കുളമ്പിലും സ്വർണം കെട്ടിയ പശുക്കളുടെ വലിയ കൂട്ടം തന്നെ അവിടെ ഇഷ്ടമുള്ളവർക്ക് എടുക്കാമെന്നാണ് പറയുന്നത്. അവിടെ ജഡ്ജസിന്റെ തീരുമാനം അനുസരിച്ചിട്ടല്ല, അത് സ്വയം നിശ്ചയിക്കാം ആരാണ് ഏറ്റവും വലിയ ബ്രഹ്മജ്ഞനെന്ന്, അവർക്ക് കൊണ്ടുപോകാമെന്നാണ് പറയുന്നത്. അപ്പൊ യാജ്ഞവൽക്യൻ അവിടെ ഉള്ളപ്പോഴാണ് ആരും കൊണ്ടുപോകുന്നില്ല പശുക്കളെ. അപ്പോഴാണ് യാജ്ഞവൽക്യൻ പറയുന്നത്, ശിഷ്യന്മാരോട് പറയുന്നത്, ശരി, പശുക്കളെ നമ്മുടെ ആശ്രമത്തിലേക്ക് കൊണ്ടുപോയിക്കൊള്ളൂ. അങ്ങനെ കൊണ്ടുപോകാൻ തുടങ്ങുമ്പോഴാണ് എല്ലാവരും അവിടെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. ഗാർഗിയും മറ്റൊക്കെ ഒരുപാട് ആചാര്യന്മാർ അവിടെ ചോദിക്കുന്നുണ്ട്. ഗാർഗിയും മുന്നിലുണ്ട് യാജ്ഞവൽക്യനോട് ചോദ്യം ചോദിക്കാൻ. അപ്പോൾ സ്ത്രീകളെ അവഗണിച്ച ഒരു സംസ്കാരമല്ല നമ്മളുടേത് എന്നുള്ളത് നമ്മളവിടെ തിരിച്ചറിയേണ്ടതുണ്ട്. ഗാർഗിയെ പോലെയുള്ളവരൊക്കെ, മൈത്രേയിയെ പോലെയുള്ളവരൊക്കെ, ജുഗുവിനെ പോലെയുള്ളവരൊക്കെ അവിടെ ധാരാളം, സൂര്യയെ പോലെയുള്ളവർ ധാരാളം, ബഹ്വ്യഃ മന്ത്രദ്രഷ്ട്ര്യഃ ഋഷികാഹ അസൻ, ധാരാളം ഋഷികമാരുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു ഋഷിമാരിൽ. ആണ് ഋഷിക എന്ന പദം പറയുന്നത്. ധാരാളം ഉണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോ അത് നമ്മൾ പലപ്പോഴും പറയുന്നത് സ്ത്രീകളെ കെട്ടിയിട്ട സംസ്കാരമാണ് നമ്മുടേതാണ്. അങ്ങനെയല്ല, സ്ത്രീകളെ ഒരിക്കലും അങ്ങനെയല്ല. അവർ വലിയ സ്വാതന്ത്ര്യം ഉള്ളവരും സദസ്സുകളിൽ അവരങ്ങനെ എന്താണ് ആദരിക്കപ്പെട്ടിരുന്നവരുമാണ്. അതാണ് ഋഗ്വേദത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് ഋഗ്വേദത്തിലെ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുന്നതാണ്, ഇപ്പോൾ ഗർഭിണിമാരായിട്ടുള്ള സ്ത്രീകൾ പുറത്തേക്ക് പോവുക. ഗർഭിണിമാരായിട്ടുള്ള സ്ത്രീകൾ ഇപ്പോൾ പുറത്തേക്ക് പോവുക. കാരണം എന്താണ്, അവിടെ പറയുന്ന ചില കാര്യങ്ങൾ അവർക്ക് കേട്ടാൽ നടുക്കം ചിലപ്പോൾ ഉണ്ടാകും. അതില്ലാതിരിക്കാനാണ്. ഗർഭിണിമാർ നടുങ്ങാൻ പാടില്ല. നടുക്കമുണ്ടായാൽ എന്താണ്, അത് ശിശുവിനെ ബാധിക്കും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾ പുറത്തേക്ക് പോവുക. ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയട്ടെ. യസ്തേ ഹന്തി പദയന്തം നിഷത്നം യസരീസൃപം ജാതം യസ്തേ ജിഘാംസതി തമിച്ഛയാമസി. അല്ലയോ ഗർഭിണിമാരെ പറഞ്ഞു വെച്ചിട്ടാ പറയുന്നത്, നിൻ ഉദരത്തിലുള്ള ശിശു, അതിന്റെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശിശു, അതായത് ഗർഭാധാനത്തിലൂടെ ഉദരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ശിശു ബീജരൂപേണ പിതാവിൽ നിന്ന് മാതാവിലേക്ക് സംക്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെപ്പോലെ ശിശുവായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ നിന്റെ ഉദരത്തിൽ ശയിക്കുന്ന ശിശു, ചലനമില്ലാതെ കിടക്കുന്ന ശിശു, അഥവാ സരീസൃപഃ, 3 മാസത്തിന്റെ തികവിൽ എല്ലാ അവയവങ്ങളോടും കൂടി നിന്റെ ശരീരത്തിൽ, നിന്റെ ഉള്ളിൽ, നിന്റെ ഉദരത്തിൽ ഇഴഞ്ഞു കൊണ്ടിരിക്കുന്ന ശിശു, അതാണ് സരീസൃപഃ. ഇനി അതുമല്ലെങ്കിൽ ജാതം യസ്തേ ജിഘാംസതി, നിന്നിൽ നിന്ന് ജനിച്ചവനോ ആയ ശിശുവിനെ ആരെങ്കിലും നിഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തമിതോ നാശയാമസി, അവനേതാ യജ്ഞയ്ക്ക് മുന്നിൽ ഞാൻ അവനെ നശിപ്പിക്കും എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ. ഇതൊക്കെ എന്താണ്, ഗർഭിണിമാർ ഇതൊക്കെ കേട്ട് നടുക്കുണ്ടാവാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഗർഭിണിമാരെ പുറത്തേക്ക് വിടുന്നതൊക്കെ നമ്മളവിടെ കാണുന്നുണ്ട്. അത് കഴിയുമ്പോൾ പറയുന്നുണ്ട്, ശരി, ഇനി എല്ലാവരും വരൂ, സ്ത്രീകളും ഗർഭിണിമാരും എല്ലാവരും വന്നുകൊള്ളൂ ഇനിയുള്ള കാര്യങ്ങൾ കേൾക്കാൻ. അങ്ങനെയുള്ള സദസ്സുകൾ നമുക്കുണ്ടായിരുന്നു. ആ സദസ്സുകളിൽ ബൃഹദ്വദേമ ദുരുക്കതാൻ, ദുരുക്കതങ്ങളായ കാര്യങ്ങൾ, ദുരുക്കതം എന്ന് പറഞ്ഞാൽ ദുഷ്ടമായി പറഞ്ഞതല്ല, ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഞങ്ങൾ ബൃഹദ്വദേമ, ബൃഹത്തായി പറയട്ടെ. പറഞ്ഞാൽ മനസ്സിലാക്കാൻ പെട്ടെന്ന് പറ്റാത്ത വിധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം? മേധാശക്തി സിദ്ധിച്ച ആളുകൾ അവയെ വലുതാക്കി സദസ്സുകളിൽ പറഞ്ഞ് ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കണം. അതാണ് ഇവിടെ പറയുന്നത്. ത്വയാ ജുഷ്ടാഹ നുദമാനാഹ ദുരുക്താൻ, അങ്ങയാൽ സംപ്രീതരാക്കപ്പെടുന്ന ഞങ്ങൾ അങ്ങയുടെ പ്രേരണകൾക്ക് അനുസൃതമായി വേദങ്ങളിലും മറ്റ് സാഹിത്യങ്ങളിലും തിരുലിഖിതങ്ങളിൽ ദുർഗ്രഹമായ വിധത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതിവിശദമായി ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുവാൻ ശക്തരായി തീരട്ടെ. ത്വയാ ജുഷ്ടഃ ഋഷിർഭവതി, അല്ലയോ ദേവി, ത്വയാ ജുഷ്ടഃ, അങ്ങയാൽ പ്രീണിപ്പിക്കപ്പെടുന്നവനായ ആളുകൾ ഋഷിഹി ഭവതി, ഋഷിയായിത്തീർന്നു. ഋഷി ആരാണ്? ഋഷി കവിത്വമുള്ളവൻ, ദർശനമുള്ളവൻ, ദർശിക്കുന്നവൻ. എങ്ങനെയുള്ള ദർശനമാണ്? ക്രാന്തമായിരിക്കുന്നതിനെ ദർശിക്കുക, ക്രാന്തദർശിത്വം. നമ്മളൊക്കെ സാധാരണ നമ്മുടെ കണ്ണുകൊണ്ട് കാണുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു പരിധിയുണ്ട്, ആ പരിധിയേ ഉള്ളൂ.
അതിനപ്പുറമുള്ള മഹിമാതിരേകത്തെയും അതിൻ്റെ അഴകിനെയും കാണുന്നവരാണ് ക്രാന്തദർശികൾ. സാധാരണ നാം കാണുന്നതിനും അപ്പുറം അതിനെ അതിക്രമിച്ച് നിൽക്കുന്ന അഴകിനെ കാണുന്നവരാണ് ക്രാന്തദർശികൾ. അവരാണ് ഋഷിമാർ. ഋഷി എന്ന് പറഞ്ഞാൽ കാണുന്നവൻ എന്നാണ് അർത്ഥം. ലോകത്തിൽ അവർ തന്നെയാണ് ആരായിത്തീരുന്നത്? കവികളായിത്തീരുന്നത്. എപ്പോഴാണ് നമ്മൾ അവരെ കവികൾ എന്ന് പറയുക? ദർശനാത് വർണ്ണനാച്ചൈവ ലോകേ യുക്ത കവിപ്രഥ. ദർശിക്കുകയും ദർശിച്ചതിനെ വർണ്ണിക്കുകയും ചെയ്യുമ്പോൾ കവികൾ എന്ന് നമ്മൾ ലോകത്തിൽ പറയും. അല്ലെങ്കിൽ ശരിയായ അർത്ഥത്തിൽ ദർശനം ഉണ്ടായാൽ തന്നെ കവിയാണ്, വർണ്ണിച്ചില്ലെങ്കിൽ പോലും കവിയാണ് എന്നർത്ഥം. ത്വയാജുഷ്ട നുദമാനാഹ ദുരുക്താൻ ബൃഹദ്വദേമ വിദധേ സുവീരഹ. അല്ലയോ ദേവി, അങ്ങയാൽ അനുഗ്രഹീതരാകുന്ന സന്തോഷിപ്പിക്കപ്പെടുന്നവരായ ഞങ്ങൾ എന്താണ് സദസ്സുകളിൽ ദുർഗ്രഹങ്ങളായ വിധത്തിൽ പറയപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വിശദമായി പറയുന്നവരാകട്ടെ. അങ്ങയുടെ അനുഗ്രഹം കൊണ്ട് ത്വയാജുഷ്ട ഋഷിർഭവതി, നിന്നാൽ അനുഗ്രഹിക്കപ്പെടുന്നവർ ഋഷിയായിത്തീർന്നു. ദേവി ത്വയാ ബ്രഹ്മ ആഗതശ്രീഹി ഉദത്വയ, പിന്നെയോ ത്വയാ ബ്രഹ്മ അപി ആഗതശ്രീഹി, ബ്രഹ്മാവ് പോലും നിന്റെ പ്രസാദം കൊണ്ട് സംപ്രാപ്തമായ ഐശ്വര്യത്തോടു കൂടിയവനായിത്തീരുന്നു. ബ്രഹ്മാവിന് പോലും ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ നിനക്കാണ് കഴിയുന്നത്. ത്വയാ ജുഷ്ടഃ ചിത്രം ബിന്ദതേ വസു, ത്വയാ ജുഷ്ടഃ, നിന്നാൽ പ്രസാദിപ്പിക്കപ്പെടുന്ന അനുഗ്രഹിക്കപ്പെടുന്ന ആൾ ചിത്രം വസു വിന്ദതേ, വളരെ ചിത്രമായ വളരെ വിചിത്രമായിട്ടുള്ള വസുവിനെ പ്രാപിക്കുന്നു. വസു രത്നം, സ്പൃഹണീയമായിട്ടതൊക്കെ എന്നർത്ഥം. അങ്ങനെയുള്ള രത്നത്തെ സമ്പത്തിനെ പ്രാപിക്കുന്നു. അതിനും അല്ലെ മേധാശക്തിയാണ് ഇതിനെല്ലാം ആധാരമായിരിക്കുന്നത്. ത്വയാ ജുഷ്ടഃ ചിത്രം വിന്ദതേ വസു സാനോ ജുഷസ്വ ദ്രവിണോന മേധേ, അങ്ങനെയുള്ള അങ്ങ് നഹ ഞങ്ങളെ ദ്രവിണഃ വിധത്സ്വ, ഞങ്ങളെ ദ്രവ്യങ്ങളുള്ളവരാക്കി തീർക്കൂ, ഞങ്ങൾക്ക് നല്ല സമ്പത്തിനെ പ്രദാനം ചെയ്യൂ. സമ്പത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ വെറും അതിനെ ഭൗതികമായ സമ്പത്ത് എന്ന് പറയാൻ പാടില്ല. എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈശാനാവാര്യാണാം ക്ഷയന്തി ചർഷണീനാം എന്ന് പറഞ്ഞ പോലെ സ്പൃഹണീയങ്ങളായിട്ടുള്ള എല്ലാം നമുക്ക് ഉണ്ടാകണം. അപ്പൊ നമുക്ക് നല്ല ബുദ്ധിശക്തി ഉണ്ടാവുക, നല്ല വാക്കുണ്ടാവുക, നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവുക. ഇതൊക്കെ എന്താണ്? സ്പൃഹണീയങ്ങളായിട്ടുള്ള ദ്രവ്യങ്ങളാണ് ഇതെല്ലാം. അല്ലാതെ നമ്മളതിനെ എന്താണ് വെറും കറൻസിയുടെ ഒരു മട്ടിൽ അതിനെ കാണാൻ പാടില്ല. ത്വയാ